ഹായ് ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്നും ഞാൻ നല്ലൊരു എളുപ്പമുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇന്നൊരു ചമ്മന്തി ഉണ്ടാക്കാം ഉണക്കമീൻ വെച്ചിട്ട്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഏത് ഉണക്കമീൻ വെച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉണക്ക നത്തോലിയാണ്, ചെറിയ മീനാണ്. അപ്പോൾ ഇതിനെ ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിൽ വെള്ളമൊക്കെ നന്നായി ഡ്രൈ ആക്കി എടുത്തു. കുറച്ച് നേരം ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുണ്ടായി. അപ്പോൾ ഇനി ഇതിനെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നാടനല്ലേ, നാടൻ ചമ്മന്തി ആയതുകൊണ്ട് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് വറക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ മീനിനെ ഇട്ട് കൊടുക്കാം. മീൻ നന്നായി നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ഇവിടെ നമ്മുടെ എല്ലാ ഉണക്കമീനും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് നേരം ചൂടാറാൻ വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് ചതച്ചെടുക്കണം. ഇപ്പോൾ വറുത്ത് വെച്ചിട്ടുള്ള ഉണക്കമീൻ ചൂടാറിയിട്ടുണ്ട്. നമുക്ക് ഇതിനൊന്ന് ചതച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയുള്ളി. ഒരു ചെറിയ ബൗള് ചെറിയുള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്, ഓൾറെഡി ചതച്ച് വെച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചതച്ചിട്ടിട്ടുണ്ട്. ചതച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ മീനെ ഒന്ന് ചതച്ചെടുക്കാം. ഞാനിവിടെ കുറേശ്ശെ ഇട്ടിട്ട് ചതക്കുകയാണ്. ഇതൊരു ചെറിയ മീനായതുകൊണ്ടാണ് ഞാൻ വറുത്തെടുത്തതിന് ശേഷം ചതച്ചെടുക്കുന്നത്. ഇപ്പോൾ സ്രാവ് പോലെയൊക്കെയുള്ള തിക്ക് മീനാണെങ്കിൽ നമുക്ക് അതിനെ ചതച്ചെടുത്തതിന് ശേഷം ഒന്ന് വറുത്തെടുക്കാം. അപ്പം നമ്മൾ വറുത്തെടുത്ത മീനെല്ലാം ചതച്ചെടുത്തു. ഇത് വേണമെങ്കിൽ നമുക്ക് മിക്സിയിലൊന്ന് ഒരു കറക്കം കേട്ടോ. പക്ഷെ നന്നായി പൊടിഞ്ഞു പോവാതെ നോക്കണം. ഇത് അങ്ങനെ തന്നെ കിടക്കും വേണം ചെറുതായിട്ട്, എന്നാൽ നമുക്കൊന്ന് ചതച്ച് കിട്ടും വേണം. അങ്ങനെയാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ചെറുള്ളിനൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ആ ചെറുള്ളി വഴന്ന് കിട്ടാനുള്ള പാകത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ നേരത്തെ വറുത്തെടുത്തിട്ടുള്ള വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ വഴറ്റിയെടുക്കാം, പക്ഷെ ഭയങ്കര സ്മെല്ലായിരിക്കേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓയിൽ മാറ്റിയിട്ട് വേറെ പുതിയ ഓയിൽ ഒഴിച്ചത്. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ ഒരു 3 വറ്റൽമുളക് ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചതച്ചിട്ടാലും മതി കേട്ടോ. ഞാനിത് കൂടാതെ പിന്നെ നമ്മുടെ ക്രഷ്ഡ് ചില്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണാനിടയിൽ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ക്രഷ്ഡ് ചില്ലി, നമ്മൾ ചതച്ചെടുത്ത മുളക് പൊടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മുടെ ഈ ഉള്ളി നല്ല ബ്രൗൺ കളറാവൊന്നും വേണ്ട, ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് പുളിയുടെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് കോൽപ്പുളി നമ്മുടെ മീൻ ചതയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ചതച്ച് ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 4-5 സ്പൂൺ തേങ്ങ ചെരുകിയിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5 സ്പൂൺ തേങ്ങ ചെരുകിയത് ചേർത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പുള്ള മീനാണെങ്കിൽ നമ്മൾ നോക്കി ചെയ്താൽ മതി. ഇപ്പം ഞാനെടുത്തിട്ടുള്ള ഉണക്കമീൻ ഉപ്പ് ഒട്ടുമില്ലായിരുന്നു. നമ്മൾ തേങ്ങ ചേർത്തു, ഉള്ളി ചേർത്തു, വറ്റൽമുളക് ചേർത്തു, ഇടിച്ച മുളക് പൊടി ചേർത്തു, മഞ്ഞൾപ്പൊടി ചേർത്തു, കുറച്ച് ഉപ്പ് ചേർത്തു. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഈ ഉണക്കമീനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം മിക്സ് ചെയ്തിട്ട്. ഇപ്പോൾ ഇതെല്ലാം കൂട്ടും ചേർത്തിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തു. മതി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ചമ്മന്തി തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു കറിവേപ്പില പൊട്ടിച്ചിടുന്നുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ചമ്മന്തിയാണ്, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇനി ഇതിന് വീണ്ടും നമ്മൾ മിക്സിയിലിട്ട് അരച്ച് പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ കഴിച്ചാൽ മതി. നമ്മുടെ പൊതിച്ചോറിൻ്റെ കൂടെ കഴിക്കാനും പിന്നെ കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ല ടേസ്റ്റാണ്. കഴിഞ്ഞ വീഡിയോ ഞാനൊരു പരിപ്പ് കറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പരിപ്പ് കറിയും ഈ ചമ്മന്തിയും കൂടെ ഒന്ന് ചോറ് കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? സാധാരണ ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ അവസാനം ഒന്ന് ചെറുതായിട്ട് വെളിച്ചെണ്ണ ഒന്ന് തൂക്കി കൊടുക്കാറുണ്ട്. പക്ഷെ നമുക്കിവിടെ അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മളിതെല്ലാം വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുത്താണല്ലോ. അപ്പോൾ പിന്നെ ഇനിയും വീണ്ടും വെളിച്ചെണ്ണ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ടേസ്റ്റി ചമ്മന്തി എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി ഇനിയും കാണാം. നന്ദി, നമസ്കാരം.